ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിനെതിരെ ഒന്നിച്ച് നിലപാടെടുക്കാൻ ദോഹയിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടി ചേരുന്നു. 50-ലേറെ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇസ്രായേലിനെതിരെ അറബ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് ഉറ്റുനോക്കുകയാണ് ലോകം. മുഹമ്മദ് അബ്ബാസ് ചേരുകയാണ് ദോഹയിൽ നിന്ന്. അബ്ബാസ്, ഇപ്പോൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടി പുരോഗമിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ദോഹയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തർ സമയം വൈകിട്ട് 3 മണിക്കാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. 50-ലേറെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കൾ, പ്രതിനിധികൾ ആണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹോട്ടൽ ഷെറാട്ടനിലാണ് ഉച്ചകോടി പുരോഗമിക്കുന്നത്. നമ്മളിപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ദോഹ കൺവെൻഷൻ സെൻറ്ററിലെ മീഡിയ ഓഫീസിനടുത്താണുള്ളത്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നത്തെ ഈ ഉച്ചകോടിക്ക് എത്തിയിട്ടുണ്ട്. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, അതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ അടക്കമുള്ള നേതാക്കൾ ഇന്നത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ വിദേശകാര്യമന്ത്രിമാരുടെ മന്ത്രിതല യോഗമായിരുന്നു. അതിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇസ്രായേലിനെതിരെയുള്ള കരട് പ്രമേയം ചർച്ച ചെയ്തു. ആ പ്രമേയം ഒന്നുകൂടി അവലോകനം ചെയ്ത് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്യുക. ഇന്ന് ഖത്തർ സമയം വൈകിട്ട് 6 മണിയോടെ മാധ്യമ സമ്മേളനമുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേലിനെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.